പ്രഭാസ് വെജി വേൾഡ്. ഞാൻ ഇന്ന് വന്നത് വളരെ ഈസി ആൻഡ് ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വെജിറ്റബിൾ ഊത്തപ്പം ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വെജിറ്റബിൾ ഊത്തപ്പത്തിന്റെ കൂടെ നല്ലൊരു തേങ്ങാ ചട്നിയും കൂടിയുണ്ട്, ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ. അപ്പൊ റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇതൊരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. എന്റെ ഒരു ഇളയച്ചൻ ചോദിച്ചിരുന്നു ഒരു ഊത്തപ്പത്തിന്റെ റെസിപ്പി കാണിക്കാനായിട്ട്, അതുകൊണ്ട് ഇത് ഇളയച്ചൻ എന്റെ ഡെഡിക്കേറ്റഡ് റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇനി വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്യൂ. കണ്ടു കഴിഞ്ഞിട്ട് കമന്റ് ചെയ്യാൻ ഒട്ടും തന്നെ മടിക്കരുത് കേട്ടോ. കമന്റ് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്കൊരു കോക്കനട്ട് ചട്നി ഉണ്ടാക്കാം. കട്ടിയുള്ള ടൈപ്പ് വടക്കൊക്കെ കിട്ടുന്ന പോലത്തെ ചട്നിയാണ്. അതിനായിട്ട് 1 കപ്പ് തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലാണ് അരയ്ക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന്റെ കൂടെ നമുക്കൊരു 2 പച്ചമുളക് ഇടാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാം കേട്ടോ. പിന്നെ ഇടുന്നത് 2 വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് മല്ലിയില. ഒരുപാട് മല്ലിയില വേണ്ട, ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രമാണ് മല്ലിയില. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. ജസ്റ്റ് അരയ്ക്കാനുള്ള വെള്ളം മാത്രമേ പാടുള്ളൂ, ഒരുപാട് വെള്ളം ആവശ്യമില്ല. നമ്മളിതൊരു കട്ടിയായിട്ടുള്ള ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. അതിനായിട്ടൊരു 2 ടീസ്പൂണോളം ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ടിരിക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്നുപരിപ്പ് ഒന്ന് ചുവക്കണം, നല്ലൊരു ഫ്ലേവർ കൊടുക്കണം കേട്ടോ പൊതുവെ ഉഴുന്നുപരിപ്പ് നമ്മുടെ ചട്നിക്ക്. ഇനി അതിലേക്ക് ഒരു ചുവന്ന മുളക് പൊട്ടിച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിന്റെ ഇലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്ക് ആയിക്കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കാം. ഇനി ഇതിനെ നമുക്ക് ചട്നിയിലേക്ക് ഇടാം. ഈ ചട്നി ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും വടയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നല്ലൊരു സൂപ്പർ ചട്നിയാണ്. ഇനി നമുക്ക് വെജിറ്റബിൾ ഊത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ആദ്യം സോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം ഞാൻ സോർട്ട് ചെയ്യുന്നത് കുറച്ച് ബീൻസ് ആണ്. അതിനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ബീൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഞാൻ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് ജസ്റ്റ് നമുക്ക് സോർട്ട് ചെയ്ത് മിക്സ് ചെയ്യാം. ഇതിലൊട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, പച്ചമണം മാറണമെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്, പാകത്തിന് വേവുണ്ട്, എന്നാൽ ഓവർ വെന്തിട്ടില്ല. നമുക്കിനി അടുത്ത ഐറ്റം കുക്ക് ചെയ്യാം. ഇനി ഇടുന്നത് കുറച്ച് 1 ടീസ്പൂണോളം ഗീ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഗീ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു ചെറിയ കപ്പ് ചെറുതായി അരിഞ്ഞിട്ടുള്ള പനീറാണ് ഇട്ട് കൊടുക്കുന്നത്. പനീർ ജസ്റ്റ് ഒന്ന് നമുക്ക് ഗീയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് പനീറിൽ വല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പോവാനൊക്കെ ഇത് നല്ലതാണ്, നല്ലൊരു ഫ്ലേവറും കിട്ടും. കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പ് ഇടുന്നുള്ളൂ കണ്ടോ. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ ഈ വെള്ളമൊക്കെ പോയി ജസ്റ്റ് ഒരു ക്രിസ്പി ആവുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും. ഇനി അതിലേക്ക് നമുക്ക് ഞാൻ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകും പനീറും നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പൊ ഇത് നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഓഫ് ചെയ്യാം. ലൈറ്റ് ഗോൾഡൻ ആവണ്ടു. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ഒനിയൻ ചോപ്പ് ചെയ്തത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഇഡ്ലിപ്പൊടി, ദോശപ്പൊടി എന്നൊക്കെ പറയില്ലേ, ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെ പൊടിയുള്ളത് ഉപയോഗിക്കുന്നത്. അതിന്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്യാട്ടോ. ഇനി ഉപയോഗിക്കുന്നത് ആ സോട്ടഡ് ബീൻസും കുറച്ച് പനീറും പിന്നെ കുറച്ച് മസാല ചീസും. ദോശക്കല്ല് നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരുപാട് തിന്നായി പരത്തരുത്, കുറച്ച് തിക്കായിട്ട് വേണം പരത്താനായിട്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. ഇനി അതിലേക്ക് കുറച്ച് ഒനിയൻ ഇട്ട് കൊടുക്കാം. ഒനിയൻ എല്ലാവിടേക്കും ഒരേപോലെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണേ. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. ഇങ്ങനെ ക്യാരറ്റ് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിന്. ഒരുപാട് വേവില്ല, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് സോട്ട് ചെയ്തിട്ടുള്ള ബീൻസ് എപ്പോഴും സോട്ട് ചെയ്തിടുന്നതാണ് കേട്ടോ നല്ലത്. ഇല്ല എങ്കിൽ അതിന്റെ ഒരു പച്ച ടേസ്റ്റ് പൊതുവെ ആർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഇനി നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള പനീറും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാട്ടോ, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നല്ലൊരു കളർഫുൾ ഊത്തപ്പമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുത്തിട്ടുണ്ട്.
ഇനി ഞാൻ ഇടുന്നത് ഇഡ്ലിപ്പൊടിയാണ് കേട്ടോ, സ്പൈസി ആയിട്ടുള്ള ഇഡ്ലിപ്പൊടിയാണ്. അപ്പൊ ഇതും കൂടി ആകുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആണ്. ഇതിന്റെ കൂടെ ചട്നി ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഊത്തപ്പം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ്. ആവശ്യത്തിന് ഓയില്, ഗീയോ ബട്ടറോ എന്താ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ സൈഡിലൂടെയും ഇടണം, മുകളിലൂടെയും ഇടണം. അപ്പോഴേ സൈഡൊക്കെ നല്ല കുക്കാവുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മൊസറല്ല ചീസാണ്. ചീസ് വേണ്ടാത്ത ആൾക്കാർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാട്ടോ. എല്ലായിടയ്ക്കും ഞാൻ നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചീസ് ഒന്ന് മെൽട്ട് ആവണ വരെ നമുക്കിതാക്കണം. കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസും കുരുമുളകും നല്ലൊരു കോമ്പിനേഷനാണ് കഴിക്കുമ്പോൾ. ഇതൊന്നാവട്ടെ. നമ്മുടെ സൈഡൊക്കെ ചെറുതായിട്ട് ആവുന്നുണ്ട്. അതൊക്കെ ഒന്ന് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്, മൊസറല്ല ചീസൊക്കെ. ഇത് നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള ഊത്തപ്പമാണ്, ഹെൽത്തിയാണ്. വെജിറ്റബിൾസ് അല്ലാണ്ട് ക്യാരറ്റും ബീൻസും പനീറും ചീസും ഒക്കെ ആയിട്ട് നമുക്കിതൊന്ന് മറിച്ചിടാം. ഇനി ഒരു 2-3 മിനിറ്റ് അപ്പുറവും കുക്കാവട്ടെ. നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള ഊത്തപ്പം തന്നെയാണ് കേട്ടോ ഇത്. കുറച്ച് ഓയിൽ ഞാൻ മുകളിലൂടെയും സൈഡിലൂടെയും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതായിട്ടുണ്ട്, നമുക്ക് മറിച്ചിടാം. ഓ, എന്താ രസം! കാണുമ്പോൾ തന്നെ നമുക്കെടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ? ഭയങ്കര ടേസ്റ്റ് ആൻഡ് ഫില്ലിംഗ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഊത്തപ്പം, വെജിറ്റബിൾ ഊത്തപ്പമാണ്. നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒട്ടും മടിക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.